പനിച്ചൂടിൽ മുങ്ങി കാസർഗോഡ് ജില്ല. വൈകിയാണെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അധികൃതർ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി. ജില്ലയിൽ മുഴുവൻ വാർഡുകൾ കേന്ദ്രീകരിച്ചും ശുചീകരണം നടക്കും. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പനിഭീതിയിൽ മുങ്ങി കാസർഗോഡ് ജില്ല. ഡെങ്കിപ്പനിയും H1N1 പനിയും പടരുന്നു. നഗരത്തിലെ ആശുപത്രികളിൽ രോഗികളുടെ വൻ തിരക്ക്. ഉപ്പള മൂസോടി കടപ്പുറത്തെ കടലാക്രമണം രൂക്ഷമായി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഥയുടെയും കവിതയുടെയും വിസ്മയവരമ്പിലൂടെ കുട്ടികളുടെ സഞ്ചാരം. എഴുത്തുകാരെ മുന്നിലെത്തിച്ച് സർഗസംവാദം ഒരുക്കിയത് ചെറുവത്തൂർ BRC. ചെറുവത്തൂരിലെ ഗോവിന്ദന്റെ ജനകീയ ചായക്കട മാതൃകയാകുന്നു. വിശപ്പടക്കാൻ 5 രൂപ നിരക്കിൽ ചായയും പലഹാരവും നൽകി ഗോവിന്ദൻ. വിശദമായ വാർത്തകളിലേക്ക്. പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ വിപുലമായ ശുചീകരണത്തിന് തുടക്കമായി. 29-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവൃത്തികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്ത് നിർവഹിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചതോടെയാണ് രോഗപ്രതിരോധത്തിനായി പരിസര ശുചീകരണം വ്യാപകമാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. പനിയും മറ്റു പകർച്ചവ്യാധികളും തടയുന്നതിന് 3 ദിവസത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. ജില്ലയിലെ 41 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ വാർഡുകളിലും 27 മുതൽ 29 വരെ തീയതികളിൽ കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിനായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്ത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും സർക്കാർ ഓഫീസുകളിലും പൊതുജനങ്ങൾ കൂടുതലായി എത്തിച്ചേരുന്ന മറ്റു പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തും. പകർച്ചവ്യാധികൾ പെരുകുന്ന മലയോര പ്രദേശങ്ങളിലെ റബ്ബർ കവുങ്ങിൻ തോട്ടങ്ങളും ശുചീകരിക്കും. പകർച്ചപ്പനി വ്യാപകമായതോടെ ജില്ലയിലെ മിക്ക ആശുപത്രികളിലും രോഗികളുടെ വൻ തിരക്ക്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ H1N1 ബാധിച്ച് 3 പേർ ചികിത്സയിലാണ്. ഡെങ്കിപ്പനിയടക്കം ബാധിച്ച് 100 കണക്കിന് ആളുകളാണ് ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത്. പനി ബാധിച്ച് നിരവധി പേരെയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഡെങ്കിപ്പനി മുതൽ H1N1 വരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിരവധി പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. നാടുനീളെ പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി രോഗികളെ കൊണ്ട് നിറയുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും ദിവസവും 100 കണക്കിന് ആളുകളാണ് പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നത്. 2 ആശുപത്രികളിലെയും OP വിഭാഗങ്ങളിൽ അതിരാവിലെ മുതൽ തന്നെ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. പനി ബാധിതരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞതിനാൽ പലരെയും കിടത്തി ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഡെങ്കിപ്പനിയും H1N1 പനിയും ബാധിച്ചവർക്ക് നില ഗുരുതരമായാൽ ഇവിടുത്തെ ആശുപത്രികളിൽ തുടർ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങളും ഉണ്ടാകുന്നില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ മംഗലാപുരത്തെ ആശുപത്രികളിലേക്കോ പരിയാരത്തേക്കോ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഗ്രാമപ്രദേശങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗികളുടെ തിരക്കിന് ശമനമില്ല. ന്യൂസ് ഡെസ്ക് KCN. മഴ ശക്തമായതോടെ ഉപ്പള മൂസോടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായി. തീരദേശത്ത് താമസിക്കുന്ന 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. സ്ഥലത്തെത്തിയ അധികൃതർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുസോടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. കടലാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച റവന്യൂ അധികൃതർ അതീവ ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകി. മുസോടി കടപ്പുറത്തെ 1 കിലോമീറ്റർ ദൂരത്താണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. PB അബ്ദുറസാഖ് MLA, ADM അംബുജാക്ഷൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് കാസർഗോഡ് അവലോകന യോഗം സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് ആരോഗ്യവകുപ്പ് അവലോകന യോഗം സംഘടിപ്പിച്ചത്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപന പ്രസിഡന്റുമാർ, മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങി 100ഓളം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭ വനിതാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള നാളുകളിൽ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് കൊതുകാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശക്തിയായ മഴ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ മഴ ലഭിക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് കൊതുകിന് വളരാനുള്ള സൗകര്യമുണ്ടാവുക. അപ്പോൾ കൊതുക് വളരാനും അതുപോലെ തന്നെ കൊതുകിന് ഈ ഡെങ്കിപ്പനി
പടർത്താനുമുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിക്കൂടുക. അപ്പോൾ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്, അതാണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടതും ആലോചിച്ചാൽ മാത്രമല്ല അത് പ്രാവർത്തികമാക്കേണ്ടത്. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായണ്ടടി, ADM കെ അംബുജാക്ഷൻ, ഡെപ്യൂട്ടി DMO മോഹനൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പനയാൽ കാട്ടിയെടുക്കത്തെ ദേവകി കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A ശ്രീനിവാസിയുടെ മേൽനോട്ടത്തിൽ DYSP ദേവസിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷണം തുടങ്ങിയത്. പനയാൽ കാട്ടിയെടുക്കത്തെ ദേവകിയെ കിടപ്പുമുറിയിൽ കൊലപ്പെടുത്തിയ കേസിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ DYSP ദേവസിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷണം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്ടെത്തിയ DYSP കേസ് ഡയറിയും അനുബന്ധ രേഖകളും ഏറ്റെടുത്തു. കേസ് ഇതുവരെ അന്വേഷിച്ച DYSP K ദാമോദരനിൽ നിന്നാണ് രേഖകൾ ഏറ്റുവാങ്ങിയത്. ഇക്കഴിഞ്ഞ ജനുവരി 13-നാണ് ദേവകിയെ സ്വന്തം വീട്ടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലയാളിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് CPM നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രക്ഷോഭം നടത്തിയിരുന്നു. തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇതേ ആവശ്യമുന്നയിച്ച് BJPയും പ്രക്ഷോഭം നടത്തിയിരുന്നു. കേസ് ഡയറി പരിശോധിച്ച ശേഷം ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ ബങ്ങാട്ടെത്തി അന്വേഷണം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് KCN. കഥയുടെയും കവിതയുടെയും വിസ്മയപരമ്പിലൂടെ കുട്ടികളുടെ സഞ്ചാരം. എഴുത്തുകാരെ മുന്നിലെത്തിച്ച് സർഗസംവാദം ഒരുക്കിയത് ചെറുവത്തൂർ BRC. കവിത എനിക്കെന്തോ അത്ര എളുപ്പമായ പരിപാടി തോന്നി. അതുകൊണ്ടാണ് ഞാൻ കവിതയിൽ മാറ്റിയത്. കവിത വിട്ടിട്ട് കഥ അത്ര എളുപ്പമല്ലാതെ എനിക്ക് തോന്നി. കേട്ടാ, മസിൽ വിടുന്നില്ല, ഇപ്പോഴും വിട്ടിട്ടില്ല. അപ്പൊ എന്താ കാര്യമായിട്ടൊന്ന് ചോദിക്കാം. കുറെ ക്ലാസ് ഒക്കെ എടുത്തല്ലേ, എന്താണ് കഥയുടെയും കവിതയുടെയും വിസ്മയപരമ്പിലൂടെ സഞ്ചരിച്ച് ഒട്ടനവധി സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തിയുള്ള സല്ലാപം വായനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായി. സന്തോഷ് പനയാൽ, CP ശുഭ എന്നിവരുമായി നടന്ന സർഗസംവാദം കൂടുതൽ വായനയിലേക്ക് കടന്നു ചെല്ലാൻ കുട്ടികളെ പ്രാപ്തരാക്കും വിധം സമ്പന്നമായിരുന്നു. കുരുന്നുകളിൽ മികച്ച വായനക്കാർ ഉയർന്നു വരുന്നതിന്റെ നിദർശനമായി മാറി കുട്ടികളുടെ ഇടപെടൽ. ഉപജില്ലയിലെ UP വിഭാഗക്കാരായ 50 കുട്ടികളാണ് സല്ലാപത്തിൽ പങ്കുചേരാനെത്തിയത്. സാഹിത്യ ക്വിസ് മത്സരവും നടന്നു. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ K നാരായണൻ അധ്യക്ഷനായിരുന്നു. BRC ട്രെയിനർമാരായ PV ഉണ്ണിരാജൻ, P വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ചെറുവത്തൂരിലെ ഗോവിന്ദന്റെ ജനകീയ ചായക്കടയിൽ വിശപ്പടക്കാൻ 5 രൂപ നിരക്കിലാണ് ചായയും പലഹാരവും ലഭിക്കുന്നത്. നാട്ടുകാരുടെ സംതൃപ്തിയും ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ലാഭവും മാത്രമാണ് ഗോവിന്ദന്റെ സന്തോഷം. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് ഗോവിന്ദന്റെ ജനകീയ ചായക്കട. രാവിലെ 6 മണി മുതൽ ഇവിടെ ആളനക്കം തുടങ്ങും. അത് വൈകിട്ട് 6 മണി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഈ ഒറ്റമുറിയിൽ പ്രവർത്തിക്കുന്ന ചായക്കടയിലെത്തുന്നവർക്ക് 5 രൂപ കൊണ്ട് വിശപ്പകറ്റാം. ചായക്കടയിൽ നിന്ന് ഏതെടുത്താലും 5 രൂപയാണ് വിലയായി നൽകേണ്ടത്. അത് ചായയായാലും പലഹാരമായാലും വില ഒന്ന് തന്നെ. രുചിയേറിയ എണ്ണപ്പലഹാരങ്ങളും ഉപ്പുമാവും പുട്ടുമാണ് പ്രധാന വിഭവങ്ങൾ. കഴിഞ്ഞ 25 വർഷമായി ഗോവിന്ദൻ ഇവിടെ ചായക്കട നടത്തുന്നുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെ ജോലിയിൽ വ്യാപൃതനാകുന്ന ഗോവിന്ദൻ വെറുതെയിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. വില കുറവായതുകൊണ്ടായിരിക്കാം എപ്പോഴും ഇവിടെ തിരക്കു തന്നെയാണ്. മറ്റു ഹോട്ടലുകളിൽ ഉയർന്ന വില ഈടാക്കുമ്പോൾ താങ്കൾക്കിത് എങ്ങനെ സാധിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഗോവിന്ദൻ ഒന്ന് ചിരിക്കും. ചെയ്യുന്ന ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനമാണ് തൻ്റെ സന്തോഷമെന്ന് ഗോവിന്ദൻ മറുപടി പറയും. നമ്മൾ തുടങ്ങിയിട്ട് 25 വർഷമായി. അന്നേരം ചെറിയ പൈസ കൂടെ ഇല്ലത് ഇപ്പം 5 രൂപ അടുത്തേക്ക് എത്തി. അത് കൂടുതൽ എടുക്കുന്നില്ല ഏത് സാധനത്തിനും. കഴിയാവുന്നിടത്തോളം കാലം 5 രൂപയ്ക്ക് തന്നെ ചായയും പലഹാരങ്ങളും നൽകണമെന്ന ആഗ്രഹം ഗോവിന്ദൻ പ്രകടിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്നത് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഒറ്റമുറിയിൽ പ്രവർത്തിക്കുന്ന ചായക്കടയിലെത്തുന്ന ഉപഭോക്താക്കളാണ്. അണങ്കൂർ ഭജനമന്ദിരത്തിന്റെ മേൽമാട് ജൂൺ 28-ന് ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കും. ധൂളി പാദപൂജ, അഭിവന്ദന സമർപ്പണവും തുടർന്ന് വിവിധ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കും. പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബുധനാഴ്ച നടക്കുന്ന മന്ദിരത്തിന്റെ മേൽമാട് ജഗത് ഗുരുക്കൾ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കും. തുടർന്ന് നടക്കുന്ന ധൂളി പാദപൂജയിൽ ഹിരണ്യ വെങ്കടേഷ് ഭട്ട് ജഗത് ഗുരുക്കൾക്ക് അഭിവന്ദന സമർപ്പണം നടത്തും. തുടർന്ന് അഭിവന്ദന പ്രഭാഷണവും നടക്കും. സ്വാമിജി ശ്രീ ശ്രീ ഭാരതീ തീർത്ഥ മഹാസന്നിധാനങ്ങളും അദ്ദേഹത്തിന് ശിഷ്യരായ ശ്രീ ശ്രീ വിധുശേഖര ഭാരതി സന്നിധാനങ്ങളും
നാളെ വൈകുന്നേരം 5 മണിക്ക് കാസർഗോഡ് വരികയാണ്. ഈ കാസർഗോഡ് വരുന്ന സന്ദർഭത്തിൽ കാസർഗോഡ് നാനാജാതിക്കാരും ഒത്തുചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് പാദപൂജ ചെയ്യാനുള്ള വ്യവസ്ഥയും അണങ്കൂർ ശ്രീ ശാരദാംബ ഭജന മന്ദിരത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് എത്രയോ കാലങ്ങളായി കാസർഗോഡുകാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തിന് ഭാഗവാക്കാവാൻ ഈ കാസർഗോഡുകാർക്ക് കഴിയുന്നതിന് ഒരു മഹാഭാഗ്യമാണ്. ചടങ്ങിൽ വിവിക്താനന്ദ സരസ്വതി, രവീശതന്ത്രി കുണ്ടാർ, ഉളിയത്തായ വിഷ്ണു അസ്ര, പി കരുണാകരൻ എം പി, നളീൻ കുമാർ കട്ടിൽ തുടങ്ങി നിരവധി പേർ അതിഥികളായിരിക്കും. വാർത്താസമ്മേളനത്തിൽ രവീശതന്ത്രി കുണ്ടാർ, ശങ്കർ നായിക്, ധർമ്മേന്ദ്രാചാര്യ, ജഗദീഷ് പി തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഭജന മന്ദിരത്തിലേക്ക് വരവേറ്റു. ഘോഷയാത്രയിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. ചന്ദേര ALP സ്കൂളിൽ ശാസ്ത്ര പഠന കളരി സംഘടിപ്പിച്ചു. കുട്ടികളിൽ ശാസ്ത്ര പഠന താല്പര്യം ജനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. കളരി കുട്ടികൾക്ക് വേറിട്ട അനുഭവം പകർന്നു. ചിരട്ടയിലെ മണലിൽ പച്ചവെള്ളം ഒഴിച്ചപ്പോൾ തീ ആളിക്കത്തി. മാജിക് എന്ന് പറഞ്ഞ് കൈയടിച്ച കുട്ടികൾക്ക് അതിനു പിന്നിലെ ശാസ്ത്രരഹസ്യം പകർന്നു നൽകി അനിൽ മാഷ്. ചന്ദേര ഇസുത്തുൽ ഇസ്ലാം ALP സ്കൂളിലാണ് ശാസ്ത്രവിസ്മയങ്ങളുടെ ചെപ്പു തുറന്ന ശാസ്ത്ര പരീക്ഷണ കളരി കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായത്. ശാസ്ത്ര പഠനത്തിൽ കുട്ടികളിൽ താല്പര്യം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ സയൻസ് ക്ലബ്ബ് ഉദ്ഘാടന ഭാഗമായി ശാസ്ത്ര പരീക്ഷണങ്ങൾ സംഘടിപ്പിച്ചത്. ഇടയിലക്കാട് ALP സ്കൂൾ പ്രധാനാധ്യാപകൻ അനിൽകുമാർ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് പരീക്ഷണങ്ങൾ ഓരോന്നും അവതരിപ്പിച്ചത്. 10ഓളം പരീക്ഷണങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക CM മീനാകുമാരി അധ്യക്ഷയായി. സയൻസ് ക്ലബ്ബ് പ്രതിനിധികളായ ഗൗരി ശങ്കർ, നിവേദി എന്നിവർ സംസാരിച്ചു. പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷന്റെ ഫണ്ട് പിന്നോക്ക സമുദായക്കാർക്ക് മാത്രമായി നൽകണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ സമത്വ മുന്നണിയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. സാമൂഹ്യ സമത്വ മുന്നണി കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് വെച്ചായിരുന്നു നടന്നത്. പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷന്റെ ഫണ്ട് പിന്നോക്ക സമുദായക്കാർക്ക് മാത്രമായി നൽകുക, അത് ന്യൂനപക്ഷങ്ങൾക്കും കുടുംബശ്രീകൾക്കും നൽകുവാനുള്ള നീക്കം അപലപനീയമെന്ന് കാഞ്ഞങ്ങാട്ട് നടന്ന സാമൂഹ്യ സമത്വ മുന്നണി കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക വിഭാഗങ്ങളെ മുന്നോക്കക്കാരെ പീഡിപ്പിക്കുകയും ഒപ്പം ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന ഗവൺമെന്റുകളാണ് മാറി വന്നതെല്ലാം. ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായാലും മുന്നോക്കക്കാരന് ഒരു നിലവാരമാണ്. മുന്നോക്കത്തിന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്യാബിനറ്റ് പദവിയുണ്ട്. ഞാനും നിങ്ങൾ പടങ്ങുന്ന പിന്നോക്കക്കാർക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന കമ്മീഷന് ഒരു പദവിയില്ല. മുന്നോക്കക്കാരന് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഗ്രാന്റ് തിരിച്ചടയ്ക്കണം. പിന്നോക്കക്കാരന് സർക്കാർ തരുന്നത് പലിശയോടുകൂടി തിരിച്ചടക്കേണ്ട സംവിധാനം. ജില്ലാ പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ അധ്യക്ഷനായി. കുട്ടപ്പൻ ചെട്ടിയാർ, TG ഗോപാലകൃഷ്ണൻ, VV കരുണാകരൻ, പൈനൂർ ഷാജി, M രമേശ്, US ബാലൻ, KM ചന്ദ്രൻ, K ഭാസ്കരൻ, V നാരായണൻ, TV അശോകൻ, ബാബു എക്കാൽ, K കുഞ്ഞികൃഷ്ണൻ, കമലാക്ഷ, MV നാരായണൻ, അനിത സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാതല ഉദ്ഘാടനം പുല്ലൂരിൽ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുല്ലൂർ AKG സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ കാസർഗോഡ് എക്സൈസ് ഡിവിഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. K കുഞ്ഞിരാമൻ MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് ഇങ്ങനെ ആദായത്തിന് വേണ്ടി എക്സൈസ് എവിടെയും നടത്തി റിപ്പോർട്ട് മേലോട്ട് കൊടുക്കലില്ല. സംസ്ഥാന അടിസ്ഥാനത്തിൽ അവരാലോചിക്കുമ്പോൾ എല്ലാ ജില്ലയിലും നടത്തി റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോയി നാട്ടുകാരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും വിളിച്ചിരുത്തി
ഈ കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരെ കൂടി ഒപ്പീനിയൻ വാങ്ങി ഇതെങ്ങനെ നിർവഹിക്കപ്പെടാൻ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം എന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ അധ്യക്ഷയായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PVK പനയാൽ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P നാരായണൻ, K സീത, ഡോക്ടർ P പ്രഭാകരൻ, XICI D ബാലചന്ദ്രൻ, AKG ഗ്രന്ഥാലയം സെക്രട്ടറി V സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ NG രഘുനാഥൻ പ്രഭാഷണം നടത്തി. ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിക്ക് ഉപഹാരം നൽകി. സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് നടപടി വേണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത്. രൂക്ഷമായ മണൽക്ഷാമം മൂലം നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ അധികാര കേന്ദ്രത്തിൽ നിന്നുണ്ടാകണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന നിർമ്മാണ തൊഴിലാളി യൂണിയൻ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ ട്രഷറർ M രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പോയി നോക്കുമ്പോൾ അവിടെ ഇല്ലാതെ ബുക്കുകളില്ല, ഇല്ലാതെ പേപ്പറുകളില്ല, ഇല്ലാതെ മാസികകളില്ല, എല്ലാം ഉണ്ട്. അപ്പൊ അക്ഷരാഭ്യാസമുള്ള ആൾക്കാർ നിങ്ങളെല്ലാം വായിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അക്ഷരാഭ്യാസമുള്ള ആൾക്കാർ, നമ്മളെ കുട്ടികൾ, നമ്മളടക്കം വായിക്കണം കണക്ക്. K യേശുദാസ് അധ്യക്ഷനായി. SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. B രാജൻ, M ബാലകൃഷ്ണൻ, M ശോഭന, ബെല്ല ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ജില്ലയിൽ മുഴുവൻ വാർഡുകൾ കേന്ദ്രീകരിച്ചും ശുചീകരണം നടക്കും. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പനിഭീതിയിൽ മുങ്ങി കാസർഗോഡ് ജില്ല. ഡെങ്കിപ്പനിയും H1N1 പനിയും പടരുന്നു. നഗരത്തിലെ ആശുപത്രികളിൽ രോഗികളുടെ വൻ തിരക്ക്. ഉപ്പള മോസോടി കടപ്പുറത്തെ കടലാക്രമണം രൂക്ഷമായി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഥയുടെയും കവിതയുടെയും വിസ്മയവരമ്പിലൂടെ കുട്ടികളുടെ സഞ്ചാരം. എഴുത്തുകാരെ മുന്നിലെത്തിച്ച് സർഗസംവാദം ഒരുക്കിയത് ചെറുവത്തൂർ BRC. ചെറുവത്തൂരിലെ ഗോവിന്ദന്റെ ജനകീയ ചായക്കട മാതൃകയാകുന്നു. വിശപ്പടക്കാൻ 5 രൂപ നിരക്കിൽ ചായയും പലഹാരവും നൽകി ഗോവിന്ദൻ. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.